രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അമ്മയുടെ അടുത്തോട്ട് പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ മരങ്ങൾ വീണ് കിടക്കുകയാണ് കേട്ടോ റോഡിലോട്ടൊക്കെ. ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന വഴിയുടെ കുറുകെ ഇങ്ങനെ റബ്ബർ മരം വീണ് കിടക്കുകയാണ്. അമ്മ അവരുടെ കാവൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കേട്ടോ. നമ്മൾ ഇറക്കമായതുകൊണ്ട് വണ്ടിയും കൊണ്ട് ചെന്നങ്ങ് കയറി കൊടുക്കും, മരത്തിലിടിക്കുകയും ചെയ്യും. പിന്നെ അപ്പുറത്തെ രവിമാമൻ്റെ പറമ്പിലെ റബ്ബറായിരുന്നു. പിന്നെ ഞാനത് ചെന്ന് പറഞ്ഞു. പിന്നെ മരമൊക്കെ പെട്ടെന്ന് തന്നെ അവർ മുറിച്ച് മാറ്റി തന്നു. കേബിൾ കമ്പിയിലൊക്കെ പോയി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതെല്ലാം ശരിയാക്കി. ഞാൻ വന്നപ്പം കപ്പയും അയലമീനും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തു. കപ്പ പുഴുങ്ങാൻ വെച്ചു. പിന്നെ നമ്മൾ അന്ന് പിച്ചി വെച്ച മാങ്ങയില്ലേ, അത് നല്ല പഴുത്തായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അത് കുറച്ച് തുമ്പൂസിനൊക്കെ ചെത്തി കൊടുത്ത് ഞങ്ങൾ കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേന് കപ്പ പുഴുങ്ങിയതൊക്കെ റെഡിയായി, മുളക് ഉടച്ചതും പിന്നെ നമ്മുടെ അയല മുളകിട്ട കറിയും ആയിരുന്നു കേട്ടോ. അതിൻ്റെ തലയും കൂടെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. ഈ മഴയത്ത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും പറയും ചക്കയും മത്തിയും ഇട്ടൊരു കളിയില്ലെന്ന് എനിക്ക് കേട്ടോ. ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. കപ്പയും അയലമീനും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രിയിലാണ് അമ്മ പത്രം വായിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ. ഓക്കെ.